എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാവലയുടെ വാഗമൺ യാത്രയുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇനി ഞങ്ങൾ പോകുന്നത് തങ്ങൾപാറയിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് ഒരുമിച്ച് കാണാം. നമ്മൾ തങ്ങൾപാറയിലോട്ട് പോവുകയാണ്. തങ്ങൾപാറ കുറച്ച് നടക്കാനുണ്ട്. നല്ല വെയിലാണ്, നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കണ്ടിട്ട് അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ ഏകദേശം വാഗമൺ മൊത്തം നമുക്ക് കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. 360 ഡിഗ്രി വ്യൂ ആണ് അതിൻ്റെ മുകളിൽ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. തങ്ങൾപാറ നിസ്സാരമല്ല, വളരെ നമ്മൾ സൂക്ഷിച്ച് കയറിപ്പോയി കണ്ടിട്ട് വരേണ്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പോകണം. നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല വെയിലായിരുന്നു. നമ്മളൊന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് വെയിൽ താഴ്ന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോയിട്ട് വരാം. ഒരുപാട് സ്ഥലങ്ങൾ കാണാം ഇവിടെ നിന്ന്. കണ്ടോ, ഇതിപ്പം തങ്ങൾപാറയുടെ താഴെ വശമാണ്. ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല വ്യൂ ആണ്. അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നല്ല പൊളപ്പം വ്യൂ ആയിരിക്കും. നല്ല സൂപ്പർ വ്യൂ ആയിരിക്കും. അതുകൊണ്ട് അവിടെ ധാരാളം കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. റിസോർട്ടുകളൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. അവിടെയൊക്കെ ചെറിയ റിസോർട്ടുകളുണ്ട്, ഹട്ട് പോലെയുള്ള. നല്ല വ്യൂ അല്ലേ. അങ്ങ് മുകളിൽ ആ കുന്നിൻ്റെ മുകളിൽ പുതിയൊരു ബിൽഡിങ്ങിൻ്റെ പണി കിടക്കുന്നുണ്ട്. അടിപൊളി വ്യൂ. ഈ പാറയുടെ താഴെ വശത്ത് ഒരു ജലാശയമുണ്ട് കേട്ടോ. അത് കൊള്ളാം. ആ ഭാഗത്തൊക്കെ റിസോർട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ചെറിയൊരു വരമ്പ് പോലെ ഈ മല കാണുന്നുള്ളൂ. അവിടെയാണ് റിസോർട്ടുകളൊക്കെ ഇരിക്കുന്നത്. ടിപ്പൊളി കണ്ടോ, മൊത്തം തേയിലയാണ്. എന്താ കാഴ്ച. അടിപൊളി. നല്ല രസമുണ്ടല്ലേ. രണ്ട് സൈഡും പച്ചപ്പും നടുക്കൂടെ ഈ കോൺക്രീറ്റ് പാതയും. നല്ല ഭംഗിയുണ്ട് കാണാൻ. തളർന്നു പോയാ ഇവിടെ വന്നപ്പോൾ. പയ്യെ ഇരുന്ന് കയറിയാൽ മതി. അയ്യോ, ഇനി അങ്ങോട്ട് സ്വല്പം കടുപ്പമാണ് കേട്ടോ. ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ വന്നു. ഇനി അങ്ങോട്ട് കടുപ്പമാണ്. ഇനി കുറച്ച് കടുപ്പമാണ്. നല്ല വെയിലും ഉണ്ട് കേട്ടോ. വീണ്ടും വെയിൽ വന്നു. അയ്യോ, ചെറിയൊരു ആശ്വാസം എന്ന് പറയുന്നത് നല്ല കാറ്റുണ്ട്, തണുത്ത്. അത് തന്നെ ആശ്വാസം. കൊള്ളാം, സൂപ്പർ. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ കാണിച്ചു തരാം. എങ്ങനെയുണ്ട് കണ്ടോ. ധാരാളം റിസോർട്ടുകളുണ്ട് അവിടെ. ഈ സൈഡ് മൊത്തം ഫോഗ് ഇറങ്ങി കിടക്കുകയാണ്.
ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല പച്ചപ്പിൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, നമ്മൾ വന്ന റോഡും കുഞ്ഞു കുഞ്ഞു വില്ലേജുകൾ കാണുന്നുണ്ടോ ചെറുതായിട്ട്. അതെല്ലാം ഈ 4 ഭാഗത്തുമുള്ള മലകളുടെ താഴ്വരയാണ്. ഇത് നല്ലൊരു കയറ്റമാണ് കേട്ടോ. ഇതാണ് നമുക്ക് കടുക്കണം. എൻ്റെ പൊന്നോ, ഇതല്പം കടുപ്പ് പോണം. അയ്യോ, അടിപൊളി. അതാ ഈ താഴെ കാണുന്നില്ലേ, ഈ പാറയുടെ തൊട്ട് താഴെ അവിടെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം വന്നാൽ സൂപ്പറായിരിക്കും, അടിപൊളിയായിരിക്കും. ആ, കൂടെ ഉണ്ടായിരുന്ന എങ്ങനെയുണ്ട് തങ്ങൾ പറ? സൂപ്പർ അല്ലേ? അയ്യോ, അവിടെ ഇരിക്കും. തങ്ങൾപാറയുടെ പീക്കിൽ നമ്മൾ എത്തിയായിരുന്നു. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് വേറൊരു പീക്ക് കൂടെ കിടക്കും. ഇനി അവിടെ കൂടെ പോയിട്ട് വരാം. എങ്ങനെയുണ്ട് തങ്ങൾപാറ? സൂപ്പർ അല്ലേ? നിങ്ങൾ എവിടെ നിന്ന് വരുന്ന? ഓക്കെ, നെന്മാറ, കൊല്ലങ്കോട്. അയ്യോ, ഇവിടെ മുള്ളുവലിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ അല്പം ഡേഞ്ചറാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇവിടെ എന്തായാലും മുള്ളുവലിയുണ്ട്. ഇപ്പം തങ്ങൾപാറയുടെ പീക്കിൽ നമ്മളെത്തി. എങ്ങനെയുണ്ട്? അടിപൊളി. പോകാൻ പറ്റും. ഈ സൈഡിൽ കൂടെ കയറി ഇറങ്ങി പോവാം. ഒരുപാട് ദൂരം ഉണ്ട്. ഞങ്ങളങ്ങനെ തങ്ങളുടെ ഖബർസ്ഥാനത്തിലേക്ക് വന്നു. ഇതാണ് വാഗമണിലെ പ്രധാന ഒരു ഡെസ്റ്റിനേഷനായ
തങ്ങൾപാറ. തിരുവനന്തപുരം ജില്ല. കുത്തുബുദ്ദീൻ ബക്തിയാർ കാർത്തികാലി എന്ന് പറഞ്ഞ് ഒരാളുണ്ട്. ആളുടെ മക്ബറയുള്ളത് ഡൽഹിയിലാണ്. ആ ആളുടെ ശിഷ്യനായിരുന്നു മഹാനവർ. ഒരുപാട് കാലം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാലം ഇവിടെ വന്ന് ഈ ഭാഗത്തിലിരുന്ന്, അതായത് ആരാധനയിൽ ഇരുന്നൊരു സ്ഥലമാണ്. വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഒരാളാണ് എന്ന ഉദ്ദേശത്തോടു കൂടി വന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചാൽ കാര്യം നടന്നിരിക്കും. അത് നടന്നതിന് ശേഷമാണ് ഇവിടുത്തെ നേർച്ചയും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ആൾക്കാർ വരുന്നത്. മനസ്സിലായോ? സമുദ്രത്തിൽ നിന്ന് 3560 അടി ഉയരത്തിലായി മക്കാമുള്ളത്. സമുദ്രനിരപ്പിൽ സമുദ്രനിരപ്പിൽ സീ ലെവലിന് ഇത്രയും കയറി ഇങ്ങോട്ട് വന്ന് മുറ്റത്ത് വന്നു കഴിഞ്ഞാൽ ഒരാൾ കിളക്കിയോ അണക്കിയോ പ്രയാസപ്പെടുകയൊന്നുമില്ല. അറ്റാക്ക് വന്നവർ വരും, സ്റ്റോക്ക് വന്നവർ പക്ഷെ തളർന്നവർ വരും. നാട്ടിൽ നിരപ്പിൽ 10 അടി നടക്കാത്ത ആൾക്കാരുണ്ട്. വീട്ടിലൊന്നും അങ്ങോട്ട് ഇപ്പം നിങ്ങൾക്ക് അതിനെ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് തന്നെയാണ്. ഇവിടെ നടക്കൂല. അപ്പം ഇങ്ങനെ കയറി വന്ന് ഇവിടെ വന്ന് വരും. അത് അവരുടെ ഒരു കറാമത്ത് പറയും, അവരുടെ അത്ഭുതമാണത്. വന്ന് പ്രാർത്ഥിച്ച് പോയ കാര്യം നടന്നതിന് ശേഷമാണ് ഇവിടെ നേരത്തെ നടത്താനൊക്കെ ആൾക്കാർ വരുന്നത്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരാളാണ്. നമ്മുടെ മധുരം വെക്കാതെ തന്നെ അവിടെ മധുരം കിട്ടിയതാണ്. പിന്നീട് അങ്ങോട്ട് തൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കത്തക്ക രീതിയിൽ പിന്നെ എപ്പോൾ നിസ്കരിച്ചാലും മധുരം കിട്ടും. മൂപ്പർക്ക് ഒരു അപരനാമുണ്ട്, ഗഞ്ചി ശക്കർ എന്ന് പറയാം. ഗഞ്ചി ശക്കർ എന്ന് പറഞ്ഞാൽ അറബി പറഞ്ഞാൽ മധുരപ്രിയൻ എന്നാണ്. ശക്കർ എന്ന് പറഞ്ഞാൽ മധുരപ്രിയനായിരുന്നു. ഇവിടുത്തെ നേർച്ചയും മധുരം കൊടുക്കുക എന്നുള്ളതാണ്. മധുരം ഇവിടെ വരുന്നവർക്ക് മധുരം കൊടുക്കും. അതാണ് മധുരപ്രിയനായത്. തങ്ങൾപാറയുടെ ഏതാണ്ട് ചരിത്രങ്ങളൊക്കെ ഇവിടെ നിന്ന് ഉസ്താദ് പറഞ്ഞു തന്നു. അതൊക്കെ ഇങ്ങനെ കേട്ട് നിന്നതിന് ശേഷം ഇതിന് താഴെയായിട്ട് ഒരു നീരുറവ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. തിരിച്ചു വരുമ്പോഴത്തേക്ക് മധുരം മേടിച്ച് കഴിച്ചോണ്ട് പോവാം. അങ്ങോട്ട് ഇറങ്ങല്ലേ തന്നെയും. കേട്ടു അടിപൊളി, നല്ല വ്യൂ. ഇതാണ് തങ്ങൾപാറ, കണ്ടോ? അപ്പോൾ നമ്മൾ തങ്ങൾപാറയൊക്കെ കണ്ടു, അവിടുത്തെ ഖബർസ്ഥാനവും കണ്ടു. പിന്നെ അവിടുത്തെ പ്രസാദമായിട്ട് തരുന്ന മധുരം, അതായത് പഞ്ചസാര, അതൊക്കെ മേടിച്ച് കഴിച്ചു. അവിടെ നിന്ന് ശുദ്ധമായ വെള്ളത്തിൽ മുഖമൊക്കെ കഴുകി കുടിച്ചു. ഇനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എന്തായാലും നമുക്ക് സന്ദർശിക്കാൻ പറ്റി. അപ്പോൾ ഇവിടെ വരുന്നവർ കൃത്യമായിട്ടും തങ്ങൾപാറയൊക്കെ വന്ന് കണ്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് ആസ്വദിച്ചിട്ട് പോകണം കേട്ടോ. ഞങ്ങളങ്ങനെ തങ്ങൾപാറയിൽ നിന്ന് ഇനി തിരികെ ഇറങ്ങുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം. ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗി നമുക്ക് എത്ര ആസ്വദിച്ചാലും മതിയാവില്ല. അങ്ങനെ ഞങ്ങൾ തങ്ങൾപാറ കണ്ടതിന് ശേഷം വാഹനത്തിനടുത്തേക്ക് തിരികെ എത്തി.
ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വാഗമണിലെ അടുത്ത കാഴ്ചകളുമായി ഉടനെത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു.